ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്ന് അച്ഛൻ്റെ കൃഷി ഒന്ന് കാണാം. അച്ഛന് വെറുതെ ഇരിക്കാൻ വയ്യ. കുറച്ച് ദിവസം കൊണ്ട് കാച്ചിലൊക്കെ റെഡിയായി ഇരിക്കുകയാണ്. എല്ലാം തിരിച്ച് പൊടിക്കുകയാണ്. കണ്ട എത്ര നാളായി നട്ടിട്ട്? ഒരു വർഷമായി നട്ടിട്ട്. നമ്മള് കഴിഞ്ഞ വർഷം നട്ടതാണ്. നമ്മുടെ ലിമിറ്റഡ് സ്ഥലത്ത്, നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല, അപ്പൊ ഉള്ള സ്ഥലത്ത് കഴിഞ്ഞ വർഷം നട്ടതാണ്. അതിപ്പോ എത്രയായി എന്ന് നമുക്ക് നോക്കാം. അതിന്റെ വള്ളിയൊക്കെ കരിഞ്ഞ് അതൊക്കെ മുറിച്ച് കളഞ്ഞു. ഒരു ഉണ്ണിവാവെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഉണ്ണിവാവ വന്നു. എന്താ ഇനിയുണ്ടോ? അതിനകത്ത് ഇനിയുണ്ടെന്നാണ് പറയണേ. ഇവിടെ വണ്ടി വന്നിട്ടുണ്ട് കാച്ചിൽ കൊണ്ടുപോവാൻ. നീ പിടിച്ചോണേ, തറയിൽ വീണു പോവും. പുറകിലൊരു കാച്ചില്. ഡ്രൈവർ ഇപ്പൊ വണ്ടി ഓടിക്കുന്നതായിരിക്കും. ഫ്രണ്ടിലിതാ അടുത്ത കാച്ചില് വെച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു 2 ദിവസം. അപ്പൊ ഈ കാച്ചിലൊക്കെ അകത്ത് കിടന്ന് പൊടിച്ച് കയറുകയാണ്. അതാ അടുത്ത കാച്ചിലെടുക്കുകയാണ്. നിങ്ങളത് കൊണ്ട് വെച്ചിട്ട് വാ. അപ്പൊ അങ്ങോട്ട് വെച്ചു അത് പിടിച്ച് അതുകൊണ്ട് തറയും വീഴും. എന്റെ മുകളിൽ വെച്ചു കൊണ്ടുപോകും. വെച്ചോ, പിടിച്ചോ. നീ അങ്ങനെ പിടിച്ചോ. ശരി. അങ്ങനെ ഒരെണ്ണം നമ്മളെ പറ്റിച്ചിരിക്കുന്നു ഗൈസ്. അതിനകത്തൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളും കൂടെ 2-3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനടിയിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം.
ഇത് ഇളകി വരുന്നില്ല. കുറച്ച് വലുതാണ്. മണ്ണിൻ്റെ ഇടയിൽ കട്ടുറുമ്പുണ്ട്. അച്ഛനെ കടിക്കാണെന്നാണ് പറയണത്. ഇതെന്താണ്? ഇതൊരു കാന്താരിയാണല്ലേ, വെള്ള കാന്താരിയാണ്. ഇത് നമ്മുടെ സാധാരണ മുളക്. ഇനി ഇത് ഒടങ്കൊല്ലി. ഒടങ്കൊല്ലിയാണ് ഈ നിൽക്കുന്നത് മുളക്. പിന്നെ നമ്മുടെ വെള്ള കാന്താരി. ഇത് നമ്മുടെ പിരിയ മുളകാണ്. അച്ഛൻ നട്ടപ്പോ പതിവില്ലാതെ വന്നൊരു മുളകും കൂടെ ഉണ്ട്. അത് കാണിച്ചത് ഇനം മാറിപ്പോയതാണെന്ന് അറിഞ്ഞൂടാ. നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ മുളക് ഉണ്ടാക്കി കമന്റ് ചെയ്യണേ. ഇത് മഞ്ഞ മുളകാണ്, ചുമപ്പല്ല, മഞ്ഞ. അത്യാവശ്യം എരിയും ഉണ്ട് ഇതിന്. പിന്നെ ഇതുപോലുള്ള നീണ്ട വഴുതനങ്ങ ഉണ്ടായിരുന്നു. അത് ഞങ്ങളിപ്പോൾ കറി വെക്കാൻ വേണ്ടി പറിച്ചെടുത്തു. കഴിഞ്ഞു നിൽക്കുന്ന ചെടിയാണിത്. ഇതാണ് ഞങ്ങളുടെ കറ്റാർ വാഴ. താഴെ വെച്ചാൽ വലിയ എലി വന്ന് മുഴുവൻ കുത്തി മറിച്ചിടുന്നതുകൊണ്ട് അച്ഛൻ അതിനെ മതിലിൻ്റെ മുകളിൽ വെച്ച് സേഫ് ആക്കിയിരിക്കുകയാണ്.
ഇതാ നമ്മുടെ സെയിം നേരത്തെ കണ്ട ആ മഞ്ഞ മുളക് തന്നെയാണിത്. അതിന്റെ വേറൊരു ചെടിയാണിത്. ഇതിൽ മുളകൊക്കെ വന്നിട്ടുണ്ട്. കായ്ക്കുമ്പോൾ ഇത് പച്ച നിറത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പഴുത്ത് വരുമ്പോൾ മഞ്ഞ നിറത്തിലോട്ട് അതിങ്ങനെ മാറും. ഇത് കുമ്പളങ്ങയാണ്. ഹലോ. ഉള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ എല്ലാം നട്ടിട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ കൃഷികൾ, ചാമ്പ, കാന്താരി മുളക്, ഉണ്ടമുളക്, പിന്നെ പൂവൽ, ശംഖുപുഷ്പം, തുളസി, ഇവിടെ എല്ലാം ഉണ്ട്. കുറേശ്ശെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സന്തോഷമാണ്. നമുക്കത് കാണുമ്പോൾ സന്തോഷം. രാവിലെ കഴിച്ചതിനൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. സമയം പോകത്തപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ പുഴുവെല്ലാം എടുത്ത് കളഞ്ഞെടുത്ത് സന്തോഷം. ഇതൊരു ജാമ്പത്തൈയാണ്. നമ്മൾ വട്ടിയിലൊക്കെ കൊണ്ട് നട്ടതാണ്. ചെറിയ ജാമ്പ. ഇത് മറ്റേ മുളകാണ്, ചുവന്ന മുളക്. ഇത് കാന്താരി മുളക്. കാന്താരി വെള്ളയാണ്, ചെറിയ കാന്താരിയല്ല വലിയ, പക്ഷെ നിറയെ കായ്ക്കും, ചുവപ്പ് നിറത്ത് കായ്ക്കും. പിന്നെ ഇതിലാണെങ്കിൽ റോസയുണ്ട്, ഉണ്ടമുളകുണ്ട്, അല്ല ഉണ്ടമുളകുണ്ട്, കായുണ്ട്, നിറയെ അടിയിൽ കായൽ കിടക്കുകയാണ്. ഇതിൻ്റെ അടിയിലൊക്കെ കാകളുണ്ടാകും, നിറയെ മുളകുണ്ട്. അതിൻ്റെ മുറ്റിൽ തന്നെ റോസയും കൂടെ നിൽക്കുകയാണ്. കത്തിരിയുണ്ട്, മുളകുണ്ട്. കയ്യിൽ വന്നിട്ട് മുല്ലച്ചെടിയാണ്. മുല്ല നിറയെ പൂവൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് വെള്ള ശംഖുപുഷ്പമാണ്, നിറയെ കിടക്കുന്നുണ്ട്. കാട് പോലെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. അച്ഛൻ രാവിലെ മാല കെട്ടാൻ വേണ്ടി എല്ലാം പറിച്ചതാണ്. പൂവെല്ലാം പറിച്ചു. ഒരു ആനയെ പോലെ ഇരിക്കുന്നുണ്ട് കാണുമ്പോൾ. നല്ല ഇതായിരിക്കാം. നിറയെ പൂക്കൾ, ഫുള്ളും വെള്ളയാണ്. എല്ലാം രാവിലെ പറിച്ചിട്ടും ഇവിടെ ഒരാൾ ഒളിച്ച് നിപ്പുണ്ട്. എവിടെയെങ്കിലൊക്കെ കാണും പൂക്കൾ ഇതുപോലെ ഇതിന്റെ ഇടയ്ക്ക്. റോസായ മുട്ടുണ്ട്, ഒരു മുട്ട് നേരത്തെ ഇതിന്നൊക്കെ പറിച്ചതാണ് നമ്മൾ. ഈ ഒരു മുട്ട് ഇതിന്നൊക്കെ പറിച്ചിട്ട് ഒരെണ്ണമുണ്ട്. മുളകും പറിക്കാം, റോസയും പറിക്കാം. ഒരു മൂടാണ് ഒരു ചെടിക്കെത്തി.
കുഞ്ഞ് മുളക് തൈയിൽ കണ്ട പഴുത്തത് 2 പച്ചയൊക്കെ നിൽക്കുന്നത് കുഞ്ഞ് കവറിൽ നട്ട് വെച്ചത്. ഇത് നീല ശംഖുപുഷ്പമാണ്. നേരത്തെ കണ്ടത് വെള്ള, ഇത് നീല. നീലയല്ല, ശരിക്കും ഇത് വയലറ്റ് ആണ്. ഇതിലും നിറയെ പൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനെ കുറെ ഉണക്കും, പിന്നെ ചായ ഇടാനൊക്കെ എടുക്കും, പിന്നെ രാവിലെ മാല കിട്ടാനും കുറെ പറിച്ചുകൊണ്ട് പോയായിരുന്നു വെച്ചാൽ. ഇല്ലെങ്കിൽ ഇത് നിറയെ രാവിലെ പൂ ഉണ്ടായിരുന്നതാണ്. ഇത് മിന്റ് ആണ്, പുതിന. എല്ലാവരുടെ വീട്ടിലും ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാണാം. അതിലൊക്കെ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ നട്ടു വെച്ചാലേ അതിൽ നിന്ന് കായ എടുക്കുമ്പോൾ നമുക്ക് സന്തോഷം, ഒരു സംതൃപ്തിയാണ്. എല്ലാവരും ചെയ്യുക. മുമ്പ് നമ്മൾ ഇട്ടിരുന്നതാണ്. ഈ മുമ്പ് ഇവിടെ നട്ടിരുന്ന ബഡ് ചെയ്ത മുരിങ്ങയാണ് ഈ നിൽക്കുന്നത്. ഇതും 2 ബഡ്ഡിങ് ഉണ്ട്. ഇതിലൊരു ബഡ്ഡിങ് ഇവിടെയാണ് നടന്നത്. ഇവിടെയാണ് ഒരു ബഡ്ഡിങ്, ഇതിലൊരു ബഡ്ഡിങ് ഇതാ ഇവിടെയാണ്. ഇപ്പോഴാണ് ഇത് അഴിക്കുന്നത്. ഇതാണ് ഒരു ബഡ്ഡിങ്. ബഡ് ചെയ്ത് ആ മുകുളം വളർന്ന് വലുതായതാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല തഴച്ച് നിൽക്കുന്നതാണ്. കാച്ചി തുടങ്ങിയില്ല, അപ്പോൾ ഉടനെ കായ്ക്കുന്ന ഇതുണ്ട്. ഇതങ്ങ് കുറേ വളർന്നതാണ്. ഈ ടാക്കിൻ്റെ കൊണ്ട വെട്ടിയിട്ട് ഒടിഞ്ഞതിന് ശേഷം ഇപ്പം 2ാമത് പൊടിച്ച് കയറുന്നതാണ് ഞാൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇലയൊക്കെ എടുക്കാറുണ്ട്. കാ കിട്ടിയില്ലെന്നേ ഉള്ളൂ, കായ്ക്കും ഉടനെ. ഇത് 2ഉം ബഡാണ്, ബഡ് മുരിങ്ങ. അപ്പുറത്തേക്ക് ആ മുരിങ്ങയുടെ അത്രയുള്ള മുരിങ്ങയ്ക്കാണ്, ചെറുതാണ് അത് കാണിക്കുന്നത്. അത്രയുള്ള ചെറിയ മുരിങ്ങയാണ്. നമ്മളിപ്പം വച്ചയ്ക്കുന്ന വലിയ മുരിങ്ങയ്ക്കാണ് നീളമുള്ളത്. ആ മുരിങ്ങയുടെ കമ്പാണിത്. അതിൽ നിന്ന് ഞങ്ങൾ വലിയ കമ്പ് വെച്ച് ബഡ് ചെയ്ത് പൊട്ടിച്ചത്.
ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.